നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലുള്ള ഒരു രോഗമാണ് ഫാറ്റി ലിവർ. പണ്ട് മദ്യപാനമായിരുന്നു കരളിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ കാരണമെങ്കിൽ ഇന്ന് ഭക്ഷണ രീതിയും കരളിനെ ബാധിക്കുന്നുണ്ട്. ഫാറ്റി ലിവറിനെ ബാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിനുള്ള ചികിത്സ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മെഡിക്കൽ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പി പ്രദീപ് കുമാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ കരളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടാവാം നമുക്ക് ചർച്ച തുടങ്ങുന്നത്. എങ്ങനെയാണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾ? കരളിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ ഒരു മേജർ അവയവമാണ് കരൾ എന്ന് പറയുന്നത്. ഒത്തിരി പ്രവർത്തനങ്ങളെ അത് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ വയറിൻ്റെ വലതുഭാഗത്തായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കാൻ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ് ഇതെല്ലാം ദഹിപ്പിക്കാനും അതിനാവശ്യമായിട്ടുള്ള സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ലിവറിലൂടെയാണ്. ഉദാഹരണത്തിന് പിത്തരസം, ബൈൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഡൈജഷൻ നടത്തുന്നതും എല്ലാം ലിവറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. രണ്ടാമത് ഇതുള്ള നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടിയോ അല്ലെങ്കിൽ ചില മെഡിസിൻസിൽ കൂടിയോ ടോക്സിൻസ് നമ്മളത് നിർവീര്യമാക്കാൻ, ടോക്സിൻ നിർവീര്യമാക്കാൻ അത് ചെയ്യുന്നത് ലിവറാണ്. അതിൽ മേജറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാനും കട്ട പിടിക്കാതിരിക്കാനും അത് രണ്ടും കൺട്രോൾ ചെയ്ത് ഒരളവിൽ കൊണ്ടുപോകുന്നതും ലിവറിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി, ബാക്ടീരിയ അല്ലെ വൈറസ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രോട്ടീൻസും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും കരളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഇതാണ് സാധാരണ കരളിൻ്റെ മേജർ പ്രവർത്തനങ്ങൾ. നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രശ്മിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ രശ്മി. പറഞ്ഞോളൂ. എനിക്ക് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വയറിന്റെ ഒരു ഭാഗത്തായിട്ട് വേദനയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ അങ്ങനെ കൊഴുപ്പടിഞ്ഞതാണെന്നാണ്. അപ്പൊ അതെങ്ങനെയാ വരുന്നതെന്ന് ഹലോ പറഞ്ഞോളൂ കേൾക്കാം. അതെങ്ങനെയാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഭാഗത്ത് ഭയങ്കര വേദനയാണ്, നിൽക്കുമ്പോ ഒക്കെ അധികം ഒരു വേദന. വയറിന്റെ ഏത് ഭാഗത്താ വേദനയുള്ളത്? ഈ വലത്തു ഭാഗത്ത്, പിന്നെ സ്ഥലത്തിനടിയിലായിട്ടാ വേദന. നിങ്ങളിപ്പോൾ വേറെ അസുഖങ്ങൾ വല്ലതും ഉള്ള ആളാണോ? പ്രമേഹമോ പിന്നെ കൊളസ്ട്രോളോ പ്രഷറോ അങ്ങനെയുള്ള അസുഖങ്ങൾ? അതൊന്നുമില്ല, പക്ഷെ കുടലിനകത്ത് നീരിറങ്ങിയിട്ടുണ്ട്. വേറെ അസുഖങ്ങൾക്ക് മരുന്നൊന്നും കഴിക്കുന്നില്ല? ഇല്ല, വേറെ അസുഖങ്ങൾക്ക് മരുന്നൊന്നും കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോഴാണോ? രാവിലെ എണീക്കുമ്പോ ഛർദി വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ആകെ ഒരു ശ്വാസം മുട്ടുന്ന പോലെ, ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോഴാണോ ഡോക്ടർ കണ്ടുപിടിച്ചത്? സ്കാൻ ചെയ്തപ്പോ ആദ്യം പറഞ്ഞു കുടലിന്റെ നീർക്കെട്ടാന്ന് പറഞ്ഞ അതിനുള്ള മരുന്ന് കുടിച്ചായിരുന്നു. പിന്നെ ഇവിടെ വേദന പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം. അങ്ങനെ സ്കാൻ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഫാറ്റി ലിവറിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. കൊളസ്ട്രോളോ ഷുഗറോ അതേമാതിരി ചെക്ക് ചെയ്തു, ഫാസ്റ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തു, അതിനകത്തൊന്നും എല്ലാം നോർമലാണ്. അങ്ങനെയാണെങ്കിൽ ലിവറിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അത് രണ്ടുമാണ്. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം നോർമൽ ആണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലിവർ ഫംഗ്ഷൻ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടാവും. അത് സാധാരണ എല്ലാ ലാബുകളിലും, ചെറിയ ലാബുകളിലായാലും എല്ലായിടത്തും ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി അങ്ങനെ 1-2 ടെസ്റ്റുകൾ ചെയ്താൽ ലിവറിൻ്റെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ചൊന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ലഘുവായിട്ട് വ്യായാമം ചെയ്യുക, ഇത് ചെയ്താൽ നന്നായിരിക്കും. ഫാറ്റി ലിവർ കൂടുതൽ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകാതിരിക്കാൻ പറ്റും. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കൂടി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള കോമൺ ലക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ സാധാരണഗതിയിൽ ഫാറ്റി ലിവറിന് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പോൾ വിളിച്ച കോളർ പറഞ്ഞ മാതിരി ചിലപ്പോൾ വയറിൻ്റെ വലതുഭാഗത്തായിട്ടൊരു അസ്വസ്ഥത, വേദനയല്ല അസ്വസ്ഥതയായിട്ട് വരാം. അപ്പോഴും അത് പ്രോഗ്രസ് ചെയ്തിട്ട് അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ സിറോസിലേക്ക് വരുന്നത്.
അതല്ലാതെ കോമൺ ആയിട്ട് കരളിനെ ബാധിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ വൈറസ് ഇതുകൊണ്ടൊക്കെയുള്ള ലക്ഷണം. അതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ കണ്ണിന് അല്ലെങ്കിൽ മൂത്രത്തിന് മഞ്ഞ കളർ വരിക, പിന്നെ ക്ഷീണം വരിക, ഛർദി വരിക. ക്ഷീണം അതിൻ്റെ ഒരു ലക്ഷണമാണ്. കുറേ നാൾ മുമ്പ് തന്നെ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്തൊന്നും വരില്ല. അതുകൂടാതെ ചിലപ്പോൾ നിർത്താതെ ഛർദി വരിക, അല്ലെങ്കിൽ രക്തം ഛർദിക്കുക, അല്ലെങ്കിൽ മലത്തിൽ കൂടി രക്തം പോവുക, ചൊറിച്ചിൽ വരിക, ഇതെല്ലാം കരളിൻ്റെ ഇതായിട്ട് വരാം. ഫാറ്റി ലിവറിന് മാത്രമായിട്ട് ലക്ഷണങ്ങൾ തുടക്കത്തിൽ അങ്ങനെ സാധാരണ വരാറില്ല. അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് വരുന്നത്. സാധാരണ ഫാറ്റി ലിവർ ഇത് കണ്ടുപിടിക്കുന്നത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇതേമാതിരി വയറുവേദനയ്ക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ്, ഗൾഫിൽ പോകാനോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പിനൊക്കെ ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള കാര്യം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹസീബ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ശരി, എനിക്ക് എന്റെ ഉമ്മാക്ക് 1 മാസത്തോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ആ റിസൾട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോ പറഞ്ഞത് ഇങ്ങനെ ലിവറില് കൊഴുപ്പുള്ള കാരണമാണ് ബ്ലീഡിങ് ഉണ്ടായത്, അതുകൊണ്ടാണ്, അല്ലാതെ വയറിന് വേറെ പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞു. അപ്പൊ അത് ശരിയാണോ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അത് കേട്ടപ്പോ ഒരു സംശയം. മകൾക്ക് എത്ര വയസ്സുണ്ട്? ഉമ്മാക്കൊരു 35-36. ലിവറിന് നേരത്തെ അസുഖം ഉള്ള ആളാണോ? ഇല്ല, ഇതിപ്പോ ഈ ഒരു ബ്ലീഡിങ് ഉണ്ടപ്പോ ചെയ്തതാണ്. ലിവറിൻ്റെ അസുഖം കാരണമുള്ള ബ്ലീഡിങ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ലേറ്റ് സ്റ്റേജിലേ വരുള്ളൂ. കുറച്ചുകൂടി ലിവറിൻ്റെ ഫാറ്റി ലിവർ വന്ന് സിറോസിസ് അങ്ങനെയൊക്കെ വരുമ്പോഴേ വരുള്ളൂ. ലിവറിൻ്റെ അസുഖം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടൊന്നും ബ്ലീഡിങ് വരാനും അങ്ങനെ സാധ്യത കുറവാണ്. അപ്പോൾ അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു സ്കാനിങ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നോർമൽ ആണെങ്കിൽ ഒരു വലിയൊരു രീതിയിൽ ലിവറിന് ഡാമേജ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയും അതുകൊണ്ടായിരിക്കാൻ കുറവാണ്, അങ്ങനെയാണ് തോന്നുന്നത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്താണ് ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിയുന്നത് എങ്ങനെയാണ് കരളിൽ? ലിവർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലിവർ നമ്മുടെ കൊളസ്ട്രോൾ മെറ്റബോളിസം എന്ന് പറയും, അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചില പ്രവർത്തനങ്ങൾക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ്, ചില രാസപ്രവർത്തനങ്ങൾക്കെല്ലാം കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പോൾ ലിവറിന് ആവശ്യത്തിലധികം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലധികം കൊളസ്ട്രോൾ ലിവറിൽ എത്തുമ്പോഴാണ് അത് നമ്മുടെ സ്കിന്നിനടിയിലോ അല്ലെങ്കിൽ ലിവറിലോ അത് അമിതമായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിവറിലെ കോശങ്ങൾക്കിടയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന് വരുന്നത്. അപ്പോൾ ലിവറിൻ്റെ സാധാരണ ഒരു ലിവർ ഒരു 12 സെൻറ്റിമീറ്റർ വരെ സൈസ് കാണും. അപ്പോൾ അത് ക്രമാതീതമായി കൂടി വരും, 14, 15 അങ്ങനെ വരും. അപ്പോഴും സാധാരണഗതിയിൽ അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഫാറ്റി ലിവർ എന്നുള്ളൊരു സ്റ്റേജ് അവിടെ ഉണ്ടാവും. കുഴപ്പമില്ല, ലിവറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നോർമലായിരിക്കും. ഇതിനുള്ള മറ്റു കാരണങ്ങൾ എന്താ? ഭക്ഷണത്തിൻ്റെ കൊഴുപ്പല്ലാണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒന്ന് നമ്മുടെ ഈ കൊളസ്ട്രോൾ, അങ്ങനെയുള്ള കൊളസ്ട്രോളിൻ്റെ പ്രത്യേകിച്ച് അതിലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അത് കൂടുതലാവുക, പിന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുണ്ടാവുക, പിന്നെ നമ്മൾ അമിതമായ ശരീരഭാരമുള്ളതിനനുസരിച്ച് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയറ്റാണ്, പ്രത്യേകിച്ച് നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. പിന്നെ നമ്മൾ എക്സസൈസ്, ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും, നമ്മൾ എക്സസൈസ് വളരെ കുറവാണ്, നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ തീരെ വ്യായാമമില്ല, അതെല്ലാം ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അതെല്ലാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. ആൽക്കഹോളാണ് ഈ നമ്മളെ ഒരു ഫാറ്റി ലിവറാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടാണ് കരൾ വീക്കം അല്ലെങ്കിൽ ഒരു കരൾ ചുരുങ്ങി പോകുന്ന സിറോസിസ് എന്ന അവസ്ഥയിലെത്തുന്നത്. പിന്നെയും ഈ ബാക്കി ചില പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ലിവറിൽ കോപ്പർ അല്ലെങ്കിൽ അയൺ ഇതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള അതെല്ലാം റെയറാണ്, സാധാരണഗതി നമ്മൾ കണ്ടുവരുന്നതല്ല. അതിൻ്റെ എല്ലാം തുടക്കം ഫാറ്റി ലിവർ തന്നെയായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഒന്ന് നോൺ ആൽക്കഹോളിക് അല്ലെങ്കിൽ ആൽക്കഹോളിക്, അതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ്. ആൽക്കഹോൾ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ടുള്ള ഇതാണ്. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ആൽക്കഹോളിക് ഇതിനേക്കാളും കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെ നമ്പർ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ കാര്യം ചോദിച്ചോളൂ. സാറേ, എനിക്ക് നേരത്തെ ഈ ഫാറ്റി ലിവർ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ സ്കാൻ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം മഞ്ഞപ്പിത്തത്തിന്റെ ഉണ്ട്, പിന്നെ മഞ്ഞപ്പിത്തം A ആണ്. അപ്പൊ
അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫാറ്റ് ലിവറിന്റെ ഇതായിട്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു. ഞാൻ മദ്യപിക്കത്തൊന്നുമില്ല. കൂടെ നിങ്ങൾക്ക് വേറെ അസുഖങ്ങൾക്ക് വല്ലതും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഷുഗറോ പ്രഷറോ? ഞാൻ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അത് ഈ അടുത്ത സമയം കൊണ്ട്, അല്ലാതെ വേറെ മരുന്നൊന്നും കഴിക്കുന്നില്ല. നമുക്ക് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ് വന്നതെങ്കിൽ അത് സാധാരണ ശരീരത്തിൽ കൂടുതൽ നാൾ നിൽക്കുന്നതല്ല. അത് കുറച്ച് മാസങ്ങൾ നിന്നിട്ട് അത് തനിയെ പോകുന്നതാണ്. അതുകൊണ്ട് വേറെ ഭാവിയിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും സാധാരണ വരാറില്ല. ഫാറ്റി ലിവർ അതിനോടനുബന്ധിച്ച് വന്നതായിരിക്കാൻ സാധ്യതയില്ല. നേരത്തെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എയോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഫാറ്റി ലിവറായിട്ട് കാണും. അതിന് നിങ്ങളിപ്പോൾ അത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത് ഒരു നോർമൽ ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. 6 മാസവും കഴിഞ്ഞിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഹെപ്പറ്റൈറ്റിസ് എ നമ്മളുടെ ശരീരത്തിന് അത് പോയി കഴിഞ്ഞാൽ അത് പിന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നേരത്തെ ഫാറ്റി ലിവർ ഉണ്ടാവും. ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വന്ന സമയത്തായിരിക്കും അത് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോഴായിരിക്കും അത് കണ്ടുപിടിച്ചത്. അത്രയും ഉണ്ടാവും. അതൊന്ന് പിന്നീടൊന്ന് നോക്കിയാൽ മതി. 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കിയാൽ മതി. ലിവർ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. സർ, എത്രത്തോളം മദ്യം ഉപയോഗിക്കുന്നതാണ് നല്ലത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര ക്വാണ്ടിറ്റിക്ക് കൂടുതലായി കഴിഞ്ഞാൽ കരളിനെ ബാധിക്കുന്നു, അങ്ങനെയുണ്ടോ? ക്വാണ്ടിറ്റി ഇത് സാധാരണ ഈ ചോദ്യം എപ്പോഴും നമ്മുടെ ഒപ്പിൽ വരുന്ന എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി സീറോസ് വന്ന ആൾക്കാർ പോലും ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർക്ക് എത്ര മദ്യം കഴിക്കാമെന്നുള്ളത് അവർക്ക് ഒരു താല്പര്യമുള്ള വിഷയമാണ്. അപ്പോൾ മദ്യത്തിൻ്റെ അളവിനും പ്രാധാന്യമുണ്ട്. അത് ഉപയോഗിക്കുന്ന ഡ്യൂറേഷൻ, കാലയളവ് എത്രയാണെന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ ഒരു 10 വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ 10-15 വർഷം തന്നെയാണ് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവർക്ക് സിറോസിസ് വരുന്നത്. അതും എല്ലാവർക്കും വരാറില്ല. അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന 20% താഴെ ആൾക്കാർക്ക് സിറോസിസ് വരാറുള്ളൂ. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു പഠനം വെച്ചിട്ട് സാധാരണ 40 ഗ്രാമാണ് പിന്നെ മെയിൽസിന്, ആണുങ്ങൾക്ക് മദ്യം അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് വരുന്നതെന്ന് പറയുന്നത്. സ്ത്രീകൾക്കാണ് 20 ഗ്രാം പെർ ഡേ ഒരു ദിവസം അത്രയും. അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് സിറോസിസ്, അതും 10 വർഷം ഉപയോഗിക്കുമ്പോഴാണ് സിറോസിസ് വരാൻ സാധ്യതയുള്ളത്. പക്ഷെ അത് തന്നെ പല കാര്യങ്ങളെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് ഇതേമാതിരി വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ആൾറെഡി ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ഉള്ള ആൾക്കാർ, പിന്നെ കൊളസ്ട്രോൾ ഇതൊക്കെ കൂടുതലുള്ള ആൾക്കാർ, അവർക്ക് ലിവറിന് ഡാമേജ്, ചെറിയ രീതിയിൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആൽക്കഹോൾ കഴിക്കുമ്പോഴേക്കും അതൊരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ആർക്കും അത് റെക്കമെൻഡ് ചെയ്യാറില്ല. അത് ചെറിയ അളവിലായാലും നമ്മൾ വേണ്ട എന്നാണ് സാധാരണ പറയാറ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മാഡം. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഞാനൊരു ഹെൽത്ത് ചെക്കപ്പ് ഒരു ഫാറ്റി ലിവർ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാനാ. അപ്പൊ അതിന് മരുന്നൊന്നും കഴിച്ചില്ല. എങ്ങനെയാ അതിന്റെ എന്താ മരുന്ന് കഴിക്കാൻ? മരുന്നൊന്നും എഴുതി തന്നില്ല. മറ്റേ കൊളസ്ട്രോൾ ഉണ്ട് പറഞ്ഞ ആസ്പെർട്ടൻ അങ്ങനെ ഗുളിക എഴുതിയിട്ടുണ്ട്. കൊളസ്ട്രോൾ ഇപ്പൊ കണ്ടുപിടിച്ചാണോ അല്ല നേരത്തെ കൊളസ്ട്രോൾ ഉണ്ടോ? നേരത്തെ ഒരു 2 വർഷം മുന്നേ കൊളസ്ട്രോൾ മുറിച്ചുണ്ട്, നടക്കാൻ വാക്കിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിന് മരുന്നൊന്നും ഗുളികൊന്നും എഴുതിയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടാവും. എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോർമൽ ആണോ? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്താ 37. അതിൽ SGPT SGOT 2 ഘടകങ്ങളുണ്ട്. അത് എത്രയുള്ളത്? ഹലോ, പറഞ്ഞോ. റെൻസാമിനിയ 37 ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലൂട്ടാമേറ്റ് 58. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടാമത് പറഞ്ഞ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ഇത് ആയിട്ടില്ല. അത് നിങ്ങളുടെ കൊളസ്ട്രോൾ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ കൺട്രോളാക്കി നിർത്തിയാൽ മതി. അതിൻ്റെ കൂടെ ഒന്ന് ഫാറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്ന് കുറച്ച് ഭക്ഷണത്തിലൊന്ന് കൺട്രോൾ ചെയ്ത് ചെറുതായിട്ട് വ്യായാമം കൂടി ചെയ്താൽ മതി. ഇപ്പോൾ അതൊന്നും ചെയ്യണ്ട. അതൊരു മതി. ആ 3 മാസം കഴിഞ്ഞ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൊളസ്ട്രോൾ കൺട്രോൾ ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഒന്നുകൂടി നോക്കിയാൽ മതി. അതിന് വേറെ ഇതൊന്നും വേണ്ട. ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയും, അത് മാത്രം മതി. വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ കൊളസ്ട്രോളും പ്രമേഹമുള്ള രോഗികളിൽ ഫാറ്റി ലിവറിന് സാധ്യത കൂടുതലാണോ?
അത് തീർച്ചയായും അത് കൂടുതലാണ്. എന്ന് വെച്ചാൽ പ്രമേഹം ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒത്തിരി വർദ്ധിച്ചു വരുന്നൊരു ഇതാണ്. അതേമാതിരി കൊളസ്ട്രോളും ഹൈപ്പർ ലൈപ്പിഡീമിയ, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും, അതും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും നമ്മളെ ലിവറിലേക്ക് കൊളസ്ട്രോൾ എത്തിക്കുന്നത് വളരെ കൂടുതലാണ് ഈ 2 സ്റ്റേജിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഫാറ്റി ലിവർ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. അതെല്ലാം ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ള ഗണത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഫർദർ പ്രോഗ്രസ് ചെയ്യാനും സിറോസ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഫാറ്റി ലിവറും ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് കാണുന്നത്. ഹൈപ്പർ ലിപ്പിഡീമിയയും ഫാറ്റി ലിവറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് രണ്ടും കൊഴുപ്പ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണല്ലോ. ഹൈപ്പർ ലൈപ്പിഡീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻസ്, ടോട്ടൽ കൊളസ്ട്രോളോ അതല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്, HDL, LDL എന്നുള്ള അതിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതുള്ള എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ഫാറ്റി ലിവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കൊളസ്ട്രോൾ അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം വരില്ല. അപ്പോൾ അതാണ് നമ്മൾ കൊളസ്ട്രോളും ഇതുള്ളവർക്ക് അതടക്കമൊന്ന് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. അതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ് സാധാരണ വരുന്നത്. പ്രമേഹം, കൊളസ്ട്രോൾ, പ്രഷർ, അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ, ഒരു തടി, പൊണ്ണത്തടി, ഇതെല്ലാം വരും. അതൊരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ മറ്റത് വരാനുള്ള സാധ്യതയും മറ്റത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? മീന. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. എനിക്കിപ്പോ 21 വയസ്സുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ grade 1 ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് എന്തെങ്കിലും തരത്തില് പേടിക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷനിലാണ്? ഐ മീൻ, പെട്ടെന്ന് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു കണ്ടീഷനിലുള്ള കാര്യമാണോ? ഇത് എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തത്? എന്തിനാ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാല് പെട്ടെന്നൊരു വയറുവേദന, പനി വന്നായിരുന്നു, ഫുഡ് പോയിസൺ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്തത്. അതിന്റെ കൂടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഡോക്ടർ? അതിന്റെ കൂടെ ചെയ്തിരുന്നു. അത് നോർമലാണോ? നോർമലാണ്. അതിനകത്ത് grade 1 ഫാറ്റി ലിവറിന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ല അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ അതുകൂടി ചെയ്ത് നോക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്ന് ചെയ്ത് നോക്കുക. പിന്നെ തൈറോയ്ഡ് ഫംഗ്ഷനോ കൊളസ്ട്രോളോ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അത് ചെയ്തിട്ടുണ്ടോ? വേറെ ഫംഗ്ഷൻസ് എല്ലാം തന്നെ നോർമലാണ്. അപ്പോൾ ലിവർ ഫംഗ്ഷൻ നോർമൽ ആണെങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യണ്ട. ഒന്ന് ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. അത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 ഇയറോ കഴിഞ്ഞ് നോക്കിയാലും മതി. അതിലങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ ലൈബി. ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, എന്റെ ഫാദറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. 59 വയസ്സുണ്ട്. ശരിക്കും പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ പറയുന്നു സാറ്. അങ്ങനെ സ്കാൻ ചെയ്തപ്പം ഇംപ്രഷനിൽ ഫാറ്റി ലിവർ, പിന്നെ ഫ്യൂ ഇൽ ഡിഫൈൻഡ് ലീഷൻസ് ഷോയിങ് ആർട്ടീരിയൽ പെരിഫറൽ എൻഹാൻസ്മെന്റ് വിത്ത് സെൻട്രിപെറ്റൽ സ്പ്രെഡ് ഓഫ് എൻഹാൻസ്മെന്റ് ലൈക്ലി ഹെമൻജിയോമാസ് ഇൻ ലിവർ. അപ്പൊ ഡോക്ടർ കാണിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞത് അത് ലിവറിലോട്ട് പോകുന്ന ഞരമ്പുകൾ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് അതിന് മെഡിസിൻസ് ഒന്നും ഇപ്പൊ ഇല്ല എന്ന് പറയാണ്ട് UDH ടാബ്ലറ്റ് ഒരു 150 mg BD 10 days കഴിക്കാൻ തന്നു. എന്നിട്ട് പറഞ്ഞു ഒരു 3 months കഴിഞ്ഞിട്ടൊന്ന് റിപ്പീറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം കൊഴുപ്പുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ടെന്നാ പറഞ്ഞത്. BP ഉള്ള ആളാണ്. ഇത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴാണോ ഈ റിപ്പോർട്ട് തന്നത്? അല്ല, അബ്ഡോമിൻ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ലിവറിൽ എന്തോ വെള്ളം കെട്ടി കിടക്കാണോ എന്തൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാനിലാണ് ഈ റിപ്പോർട്ട് തന്നത്. ഈ റിപ്പോർട്ട് ഞാൻ കണ്ടത്. അതിൽ ഹെമാൻജിയോമ എന്ന് പറയുന്ന ലിവറിലെ രക്തം ഇങ്ങനെ ഒരു കളക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അത് പ്രശ്നമുള്ളതല്ല. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ വേറെ ആവശ്യത്തിനായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് സാധാരണ കാണുന്നത്. അതെ, ഇതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പിന്നെ എന്താ ഹെർണി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി സ്കാൻ ചെയ്തപ്പോ അതിനിങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോ അവര് പറഞ്ഞ CT സ്കാൻ ചെയ്യാൻ അന്നേരം കണ്ടതാണ്. അതിനായിട്ടൊന്നും ചെയ്യണ്ട. ഫാറ്റി ലിവറിൻ്റെത് മാത്രം ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
കുറച്ച് നാളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അത് വേറെ പ്രഷറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രമേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി. ഇപ്പൊ നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വേണ്ട. ഹെമാൻജിയോമ കൊണ്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. അതിനെപ്പറ്റി പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളായിരുന്നു. അതിനുവേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് 3 മാസം മുമ്പ് സ്കാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫാറ്റ് ലിവർ ഗ്രേഡ് 1 എന്നും പറഞ്ഞുണ്ട്. 3 മാസം മുമ്പ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒന്ന് ഇതിന്റെ സ്റ്റോണിന്റെ ഒരു പ്രശ്നം ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ ഗ്രേഡ് 1 വന്നു. കുറെ നാളായിട്ട് ഇങ്ങനെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഫാറ്റ് ലിവർ ഗ്രേഡ് 1 അങ്ങനെയായിട്ടുണ്ട്. വേറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് ലിവർ ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. അത് നോർമൽ ആണോ? നോർമൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് വേറെ ഷുഗറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കും? കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. ഫാറ്റി ലിവർ SGPT നോർമൽ ആണെങ്കിൽ ഇപ്പോൾ അത് നോക്കണ്ട. അതിന് ഇടക്കിടക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളത് 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. അത് LFT ചെയ്താൽ മതി. LFTയിൽ SGPT SGOT ഒത്തിരി കൂടുകയാണെങ്കിൽ മാത്രം അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത്. എത്രയുണ്ടായിരുന്നേ? അത് നോർമലാണ്. അത് 40-ൽ താഴെ അത് നോർമലാണ്. അപ്പോൾ അത് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള ചെറിയ മുൻകരുതലുകൾ എടുത്താൽ മതി. നിങ്ങൾ ഫാറ്റി ഫുഡ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക, വ്യായാമം ചെയ്യുക, ഇത് രണ്ടും മാത്രം ചെയ്താൽ മതി. അതിനിപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കണ്ട. അത് ഇടയ്ക്കൊന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. അത് നിങ്ങൾ കിഡ്നീൻ്റെ ഈ പ്രശ്നത്തിന് അത് ചെയ്തപ്പോൾ അത് ആക്സിഡൻ്റലായിട്ട് കണ്ടതാണ്. അപ്പോൾ അതൊന്ന് ഫോളോ അപ്പിൽ വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഫാറ്റി ലിവറിനാണെങ്കിലും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനാണെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ? ഫാറ്റി ലിവറിന്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനാണെങ്കിൽ, ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് എളുപ്പമാണ്. ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയി സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ അത് വലിയൊരു അളവ് വരെ നോർമലാവും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് നോർമൽ ലിവർ ഇതായിട്ട് വരും. അത് ഫർദർ കഴിക്കുകയാണെങ്കിൽ പിന്നെ പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അതാണ്. നിർത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നോർമലാവും. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് വെച്ചാൽ നമ്മുടെ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ അത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും, പിന്നെ അമിതമായ ബോഡി വെയ്റ്റ്, നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് പറയുന്നത്. ഒത്തിരി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് റെഡ്യൂസ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മുടെ വ്യായാമം. ദിവസം ഒരു 40-45 മിനിറ്റ്സാണ് സാധാരണ പറയുന്നത്. നടക്കുകയോ അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്പോർട്സ് അങ്ങനെ ഇതെല്ലാം ചെയ്യാം. അങ്ങനെ വെയിറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ളൊരു വെയിറ്റ് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു 3 to 6 months, സാധാരണ 6 monthsലാണ് പറയുന്നത്, ഒന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുക. അതിൽ SGPT SGOT ഒത്തിരി കൂടുതലില്ല എങ്കിൽ നമുക്കത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രോഗ്രസ് ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രസ് ചെയ്യുന്നതും ഒത്തിരി വർഷങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. സാധാരണ ആൾക്കാർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം റിപ്പോർട്ട് കാണുമ്പോൾ ഒരു 2 മാസം 3 മാസമൊക്കെ ഭയങ്കര അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യും, ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ 3 മാസം കഴിയുമ്പോൾ LFT അതെല്ലാം നോർമലാവും. പിന്നെ അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോഴേക്ക് പിന്നെയും കൂടുതൽ ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വ്യായാമവും ഭക്ഷണവും അങ്ങനെയാണെങ്കിൽ അതിന് വേറെ അത് പ്രോഗ്രഷൻ വളരെ കുറവായിരിക്കും. ഇടയ്ക്കൊന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. അതിൻ്റെ കൂടെ ആൽക്കഹോളും അല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് പിന്നെയും അത് കൂടുതലായിട്ട് വരുന്നത്. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. ഫാറ്റ് ലിവറിന് അതിനുള്ള ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.